ഹേ ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ മണി ഏണിംഗ് സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ 2 വീഡിയോസിൽ നമ്മൾ 2 ആപ്ലിക്കേഷനെ കുറിച്ച് പരിചയപ്പെട്ടു. ഒരുപാട് പേർക്കത് യൂസ്ഫുൾ ആയി എന്നറിഞ്ഞാൽ സന്തോഷം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ അല്ലെങ്കിൽ ഒരു ത്രെഡിലൂടെ ഞാൻ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്നിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്താണെന്ന് കൂടി പറഞ്ഞു തരാം. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഏറ്റവും മാർക്കറ്റ് വാല്യൂവിൽ നിൽക്കുന്ന കമ്പനീസാണ് ഈ സൊമാറ്റോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ലോഞ്ച് ചെയ്ത സമയത്ത് ഇതിൻ്റെയൊക്കെ ഷെയർ കമ്പനീസ് പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെയോ അല്ലെങ്കിൽ ആ കമ്പനീസിൻ്റെ ഒക്കെ ഷെയർ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരിലേക്ക് ഒരിക്കലും എത്തില്ല. അത് വലിയ വലിയ കോർപ്പറേറ്റ്സുകളിലൊക്കെയാണ് പർച്ചേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവുക. നമ്മളെപ്പോലുള്ള ആൾക്കാരിലേക്ക് ഇതൊരിക്കലും എത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഇരിക്കെ നമുക്കിപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ്, ഒരു ആപ്ലിക്കേഷൻ്റെ ഷെയർ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് പറയുകയാണെങ്കിൽ നമ്മളന്ന് ഈ ആമസോണിൻ്റെയൊക്കെ $10 ഇതിൻ്റെ ഒരു ഷെയർ ഇന്ന് പർച്ചേസ് ചെയ്തിരുന്നെങ്കിൽ ഇന്നൊരു $1000 പോലും ഒരു ഷെയറോ അല്ലെങ്കിൽ പോയിൻ്റ് ഷെയറോ പോലും വാങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കാണ് കമ്പനി റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് നമ്മൾ ഇതെന്തിന് വാങ്ങാമെന്ന് ചിന്തിച്ചെടുത്തുനിന്ന് നമ്മളങ്ങനെ ചിന്തിക്കും, ഇങ്ങനത്തെ ഒരു കാര്യം നമ്മളെ കയ്യിലേക്ക് എത്തുമ്പോൾ ഇതിപ്പോൾ വാങ്ങിയിട്ട് എന്താ കാര്യം എന്ന് ചിന്തിക്കും. പക്ഷേങ്കിൽ അതിൻ്റെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, നമ്മളിപ്പോൾ പ്ലേ സ്റ്റോറിൽ വെറുതെ ഒരു ആപ്ലിക്കേഷൻ ഇറക്കിയാൽ പോലും അതിൻ്റെ ഡൗൺലോഡ്സ് വരുന്നത് 1,00,000 എബോവ് ഡൗൺലോഡ്സ് ഷുവറായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ നമുക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റുബീഡിയ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനാണ്. ഇതിൽ നമുക്ക് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന പോലെ പോസ്റ്റ് അപ്ലോഡ് ചെയ്യാം. നമുക്ക് എന്താ പറയുക, നമ്മൾ ഒരു സോഷ്യൽ മീഡിയ എങ്ങനെയാണോ ആ കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാം. ഇപ്പോൾ ബീറ്റ വേർഷനിലാണ് ആപ്ലിക്കേഷൻ റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഷെയർ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് കമ്പനിക്ക് എത്രയാണോ മന്ത്ലി ടേൺ ഓവർ വരുന്നത് അതിൻ്റെ ഇത്ര ശതമാനം വെച്ച് നമുക്ക് ഷെയർ പർച്ചേസ് ചെയ്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുത്ത ആൾക്കാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആപ്പിൻ്റെ ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. എന്താണ് നമ്മളിപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത, ബാക്കി ആപ്പിൽ നിന്ന് ഈ ഒരു ആപ്പ് എന്തുകൊണ്ട് വ്യത്യസ്തമാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതിൽ ചെയ്യുന്ന ലൈക്കിനും കമൻറ്റിനും ഒക്കെ നമുക്ക് എന്ത് കിട്ടും, ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരു ലൈക്കും കമൻറ്റും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ലൈക്കിന് ഒരു പോയിൻറ്റും ഒരു എന്താ പറയുക കമൻറ്റിന് ഒരു പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് നോക്കാം, നമുക്ക് ആ പോയിൻ്റ് വന്നിട്ടുണ്ടോ നോക്കാം. ഓക്കെ, ഇവിടെ കണ്ടോ നിങ്ങൾ 2 പോയിൻ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ വേറെയും കുറേ ഓപ്ഷൻസ് റൺ ആവുന്നുണ്ട്. ഇത് നമ്മൾ ഡെയിലി ടോട്ടൽ പോയിൻറ്റ്സ് കളക്ട് ചെയ്യുന്ന ആൾക്ക് ഈ ഒരു പേജാണ്. ടോട്ടൽ പോയിൻറ്റിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് കളക്ട് ചെയ്യുന്ന ആളായിരിക്കും അന്നത്തെ വിന്നർ. അതേപോലെ ഫസ്റ്റും സെക്കൻഡും തേർഡൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് ക്യാഷ് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ ഞാൻ 2 പോയിൻ്റ് കളക്ട് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി നമുക്ക് കൂടുതൽ പോയിൻ്റ് കളക്ട് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരികയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തു, അതിന് ലൈക്ക് ചെയ്തു. ജസ്റ്റ് നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ബാക്ക് അടിച്ച് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നമുക്കിവിടെ 3 പോയിൻ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ ഇതൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. നമ്മൾ ഇടുന്ന പോസ്റ്റിന് നമുക്ക് എക്സ്ട്രാ പോയിൻ്റ് കിട്ടും. നമ്മളൊരാൾ ഫോളോ ചെയ്താലും നമ്മളെ വീഡിയോസിന് ലൈക്ക് ചെയ്താലും ഒക്കെ നമുക്ക് പോയിൻ്റ് കിട്ടും. അങ്ങനെ നമുക്കിതിൽ ക്യാഷ് ഏൺ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു സോഷ്യൽ മീഡിയ ആണ്. അതേപോലെ തന്നെ ഒരുപാട് ഗെയിംസ് വരുന്നുണ്ട്. എന്തൊക്കെയായാലും ഇതൊരു മണി ഏണിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ വിൻസോ പോലെയും അല്ലെങ്കിൽ എന്താ പറയുക റമ്മി സർക്കിൾ പോലെയൊക്കെ നല്ലൊരു ഹൈപ്പിലേക്ക് പോകാൻ പോകുന്ന ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ആവാം ഇത്. ഇപ്പം തന്നെ ഇതിപ്പോൾ ബീറ്റ വേർഷനിൽ റൺ ആകുമ്പോൾ തന്നെ ഇതിന് അറൗണ്ട് 4,000 എബോവ് ഡൗൺലോഡ്സ് വന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഇതിൻ്റെ ഷെയർ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമ്മൾ ഇവിടെ കാണുന്ന വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് എന്തൊക്കെയാണ് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഉള്ളത്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്ലാന് സ്റ്റാർട്ട് ചെയ്യുന്നത് 500 രൂപയിലാണ്. 500 രൂപയ്ക്കാണ് ഏറ്റവും ലോ ആയിട്ടുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ കിട്ടുക. അതിൻ്റെ താഴോട്ട് 5,000 ഉണ്ട്, അത് കഴിഞ്ഞ് 25,000, 50,000, 1,00,000. ഇതിനൊക്കെ നമുക്ക് കിട്ടുന്ന ഷെയറിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. 5%, 6%, അങ്ങനെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ അവിടെ ക്ലിയർ ചെയ്ത് തരാം. എന്തായാലും നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എത്തിക്കുക എന്നുള്ളതായിരുന്നു
ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. അപ്പോൾ അതെന്തായാലും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയൊരു ബിഗ് ചാൻസ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കമ്പനീസൊക്കെ വലിയ വലിയ കോർപ്പറേറ്റുകൾക്ക് ഷെയർ കൊടുക്കുന്ന സമയത്താണ് നമുക്ക് നമ്മളെപ്പോലുള്ള കോമൺസിന് ഈ ഒരു കാര്യം അവൈലബിൾ ആവുന്നത്. എനിക്ക് തോന്നുന്നു അധികം ഇങ്ങനൊരു കാര്യം ഓപ്പർച്യൂണിറ്റി ആർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് കിട്ടിയത് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം, അതെന്താ പറയുക, മുതലെടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ജസ്റ്റ് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു സൂൺ ഗൈസ്.